പൗലോസ്ലീഹ പറയുന്നില്ലേ, നമ്മളെ സ്പർശിക്കേണ്ട, നമ്മളെ തൊടേണ്ട ഒരു വചനമാണിത്. കൊരിന്ത്യസ്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിനെ അഹങ്കരിക്കുന്നു? നീ എന്തിനഹങ്കരിക്കുന്നു? എൻ്റെ സഹോദരങ്ങൾ, നമ്മൾ ആരുമാകട്ടെ, നമ്മൾ ലോകത്തിന് മുമ്പിൽ അറിയപ്പെടുന്നവരാകാം, ധാരാളം പണമുള്ളവരാകാം, പ്രശസ്തിയുള്ളവരാകാം, സ്വാധീനങ്ങളുള്ളവരും സാധ്യതകളുള്ളവരും ഒരുപാട് അവസരങ്ങളുള്ളവരും, ലോകദൃഷ്ടിയിൽ നമ്മൾ വളരെ വളരെ ഉന്നതരാകാം. കർത്താവ് പറയാം, നിനക്ക് എന്ത് മഹാത്മ്യമുണ്ട്? നീ വെറും ഒരു മണ്ണാങ്കട്ടയാണ്. ഒരു തുള്ളി വെള്ളം വീണാൽ അലിഞ്ഞു പോകുന്ന മണ്ണാങ്കട്ടകളാണ് നമ്മൾ ഓരോരുത്തരും എന്ന് നമ്മൾ തിരിച്ചറിയണം. വി ആർ നത്തിങ്, വി ആർ നത്തിങ്. നമ്മളൊന്നുമല്ല, നമ്മളൊന്നുമല്ല. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ആത്മീയം ഭൗതികവുമായ സകല നന്മകളും കർത്താവിൻ്റെ ദാനമാണ്. അത് നമ്മുടെ കർത്താവിൻ്റെ വിശ്വസ്തതയാണ്. കർത്താവിൻ്റെ ദാനമല്ലാതെ എന്താ നമ്മുടെ കയ്യിലുള്ളത് സഹോദരങ്ങളെ? നമ്മളിൽ നിന്ന് അനുഭവിക്കുന്ന സമ്പത്ത്, സുഖങ്ങൾ, സൗകര്യങ്ങൾ, സാധ്യതകൾ, അവസരങ്ങൾ എല്ലാം കർത്താവിൻ്റെ ദാനമാണ്. കർത്താവിൻ്റെ ദാനമാണ്. എവരിത്തിങ് ബിലോങ്സ് ടു ദ ലോർഡ്. എല്ലാം കർത്താവിൻ്റെ ദാനമാണ്. ഒന്നും നമ്മുടേതല്ല. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് ഇത് നമ്മുടേതാണെന്ന് അങ്ങ് തോന്നിപ്പോവാണ്. ഇത് നമ്മുടേതല്ല സഹോദരങ്ങളെ. ഇത് എൻ്റേതാണെന്ന് ഞാൻ എന്ന് ചിന്തിച്ചു തുടങ്ങിയോ അന്ന് മുതൽ ഞാൻ താഴോട്ട് പോരുകയാണ്. ഈ അഭിഷേകം നമ്മുടേതല്ല. ഈ വചനങ്ങൾ ശ്രദ്ധിച്ച നിങ്ങൾ, ഈ വചനങ്ങൾ നമ്മുടേതല്ല. ഈ ദൈവശക്തി നമ്മുടേതല്ല. നമ്മൾ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം നമ്മുടേതല്ല. നമ്മിൽ വ്യാപരിക്കുന്ന ദൈവകൃപ നമ്മുടേതല്ല. നമ്മൾ ദിനംതോറും നമ്മളെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടേതല്ല. സഹോദരങ്ങളെ, ഇതെല്ലാം കർത്താവിൻ്റെതാണ്. എവരിത്തിങ് ബിലോങ്സ് ടു ദ ലോർഡ്. നമ്മളൊന്നുമല്ല, നമ്മൾ വെറും മൺകൂടാരങ്ങളാണ്, വെറും മൺകൂടാരങ്ങൾ. ഈ അവബോധം നമുക്കുണ്ടാകണം. നമ്മുടെ അഹങ്കാരം കർത്താവിനെ വേദനിപ്പിക്കുന്നുണ്ട് സഹോദരങ്ങളെ. ഈ കാലഘട്ടത്തിന് വലിയ തിന്മയാണ്. പൗലോസ് പറയുന്നുണ്ട് സഭയോട്, 2 തിമോത്തി 3-ാം അധ്യായം 2-ാമത്തെ വചനം. അവിടെ എന്താ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നത്? 2 തിമോത്തി 3:2 പറയാണ്, അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർവിഷ്ഠരും കണ്ടു. അഹങ്കാരികളും ഗർവിഷ്ഠരും. അത് ഈ കാലത്തിൻ്റെ പ്രത്യേകതയാണ് സഹോദരങ്ങളെ. അഹങ്കാരികള്, സ്വന്തം നിലമറന്ന് ജീവിക്കുന്നവരെ, എല്ലാം ദൈവത്തിന്റെ ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് ജീവിക്കുന്ന ഒത്തിരിയേറെ ജീവിതങ്ങള് അധികം മുന്നോട്ട് പോവില്ല എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്. അവർ അധികം മുന്നോട്ട് പോവുകയില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, സ്വന്തം നിലമറന്ന് ജീവിക്കരുത്. അങ്ങനെ ജീവിച്ചതാണ് പിശാചിന് പറ്റിയ ഏറ്റവും വലിയ തകർച്ച എന്ന്. അവൻ പ്രകാശദൂതനായിരുന്നു. അവനെങ്ങനെ പിശാചായത്? സ്വന്തം നിലമറന്ന് അവൻ ജീവിച്ചു. അവന് അഹങ്കാരമുള്ളവനായിട്ട് മാറി. അതാ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന സഹോദരങ്ങളെ. 2 കൊരിന്തോസ് 4:7 പറയുന്നില്ലേ? എന്താ വചനം പറയുന്നത്? ഇത് ദൈവത്തിൻ്റെ ദാനമാണ്, എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല. പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല. അത് നമ്മുടേതല്ല സഹോദരങ്ങളെ, നമ്മുടേതല്ല. ഈ നിധി മൺപാത്രങ്ങളിലാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ശക്തി ദൈവത്തിൻ്റെതാണ്. അഭിഷേകം ദൈവത്തിൻ്റെതാണ്. കൃപ ദൈവത്തിൻ്റെതാണ്. എല്ലാം ദൈവത്തിൻ്റെതാണ്. നമ്മുടേതെന്ന് പറയാൻ നമുക്കൊന്നുമില്ല. അഹങ്കരിക്കാൻ നമുക്കൊന്നും തന്നെയില്ല. അതുകൊണ്ട് പരിശുദ്ധ വചനം പറയുന്ന നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 7-ാം വചനത്തിൽ എന്താ വചനം പഠിപ്പിക്കുന്നത്? നിയമാവർത്തന പുസ്തകം അവിടെ പറയുന്നു. ആ തിരുവചനം നമുക്ക് ശ്രദ്ധിക്കാം. നിയമാവർത്തന പുസ്തകത്തിൽ കർത്താവേ ഞങ്ങളോട് സംസാരിക്കണമേ. ആ വചന ഇപ്രകാരമാണ്. നിയമാവർത്തന പുസ്തകം
8-ാം അധ്യായം 7 17-ാമത്തെ വചനമാണ്. എൻ്റെ ശക്തിയും എൻ്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം നേടിത്തന്നതെന്ന് ഹൃദയത്തിൽ പോലും നിങ്ങൾ പറയരുത്. ചിലർ പറയുന്നില്ല, ഇത് ഞാൻ പഠിച്ചത്, ഞാൻ അധ്വാനിച്ച്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ, ഇതെൻ്റെ അധ്വാനമാണ്, ഇതെൻ്റെ കഷ്ടപ്പാടാ, ഇതെൻ്റെ വിയർപ്പാ, ഇതെൻ്റെ ചോരയാ, ഞാനാ കഷ്ടപ്പെട്ടത്, ഞാൻ അധ്വാനിച്ചത്, ഞാനാണ് എല്ലുമുറിയെ പണിയെടുത്തത്. ഇതൊക്കെ ശരിയായിരിക്കും സഹോദരങ്ങളെ. പക്ഷെ നീ എല്ലുമുറിയെ പണിയുമ്പോൾ നിനക്ക് പണിയുവാനുള്ള ആരോഗ്യം നൽകുന്നത് ദൈവമായ കർത്താവല്ലാതെ നീ കഴിക്കുന്ന ആഹാരമോ നമ്മൾ കഴിക്കുന്ന വൈറ്റമിൻസോ പ്രോട്ടീനോ ഒന്നുമല്ല സഹോദരങ്ങളെ, ഒന്നുമല്ല. നമ്മളെക്കാൾ എത്ര ആരോഗ്യമുള്ളവരെ ഈ ലോകം വിട്ട് അവർ മരണപ്പെട്ട് നിത്യതയിലേക്ക് പോകുന്നു. ഇന്ന് നീയും ഞാനും ജീവനോടെ ഇരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ദയയാണ്, വിശ്വസ്തതയാണെന്നുള്ള ബോധം നമുക്കുണ്ടാകണം. ഞാനുണ്ടാക്കിയത് ആരുണ്ടാക്കി? ഞാനോ നിങ്ങളാണോ? അതുകൊണ്ട് കർത്താവ് പറയാണ്, നിനക്ക് ഈ സമ്പത്ത് നേടുവാൻ നിനക്ക് ശക്തി തരുന്നത്, ഈ സമ്പത്ത് മുഴുവൻ നേടുവാൻ, ഈ കൃപ നീ അനുഭവിക്കുവാൻ, ഈ സാധ്യതകളും സൗകര്യങ്ങളൊക്കെ നിനക്ക് സ്വന്തമാക്കുവാൻ നിന്നെ ബലപ്പെടുത്തുന്നത്, അതിനുള്ള സാധ്യത തരുന്നത് നിന്റെ ദൈവമായ ഞാനല്ലേ, ഞാനാ നൽകുന്നത്. നീ ഒരിക്കലും പറയരുത് എൻ്റെ ശക്തി കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ട് ഇത് മുഴുവൻ ഞാൻ നേടിയതാണെന്ന് പറയരുത്. കർത്താവിന് ഒരുപാട് ഇന്ന് ഒത്തിരി അത് വേദനിക്കുന്നുണ്ട്, കർത്താവ് സങ്കടപ്പെടുന്നുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ടൊരു അഹങ്കാര സഹോദരൻ. നമ്മൾ പലപ്പോഴും സെൽഫ് സെൻറ്റേർഡായി മാറുകയാണ്. നമ്മളെപ്പോഴും, നിങ്ങൾ ശ്രദ്ധിക്കുക, എപ്പോഴും കർത്താവിനെ ആശ്രയിക്കണം. നമുക്കറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും നമുക്ക് തെറ്റുപറ്റാം, നമുക്ക് ഒരുപാട് പരിമിതികളുള്ളവരാ. എപ്പോഴും കർത്താവിനെ ആശ്രയിക്കുക, എന്തും കർത്താവിനോട് ചോദിച്ച് ചെയ്യുക. ഇത് നിന്റെ ശൈലിയാകട്ടെ, നിന്റെ തീരുമാനമാകട്ടെ, എന്ത് ചെയ്താലും കർത്താവിനോട് ചോദിച്ചുകൊണ്ട് ചെയ്യണം. നീ സ്വയം അങ്ങ് ചെയ്യരുത്, നിനക്ക് തോന്നുന്നത് പോലെ പോകരുത്. അവിടെ തീരുമാനം ഉണ്ടാവണം. അത് പലപ്പോഴും നമ്മുടെ അഹങ്കാരമാണ്. ഇതൊക്കെ ഞാൻ എന്തോരം കണ്ടിട്ടുള്ളതാണ്, ഇതൊക്കെ എന്തോരം കേട്ടിട്ടുള്ളതാണ്, ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ ഞാൻ എന്തോരം കടന്നു പോയിട്ടുള്ളതാണ്. പിന്നെയാണോ ഈ വിഷയം, പിന്നെയാണോ ഇത്? അത് മതി നിന്നെ അവസാനിപ്പിക്കാനായിട്ട്. അത് ചിലപ്പോൾ നിന്നെ നശിപ്പിച്ച് കളയും. എന്തോരം ജീവിതങ്ങൾ അങ്ങനെ അകപ്പെട്ടു പോയിട്ടുണ്ട് സഹോദരൻ. അതുകൊണ്ട് എത്ര ചെറിയ കാര്യത്തിലും നീ കർത്താവിനെ ആശ്രയിച്ചു പഠിക്കണം. കർത്താവ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? കർത്താവ് എന്നെ പരിപാലിക്കണം, കർത്താവ് നീ നോക്കണം, കർത്താവ് നീ കൂടെ നിന്ന് പ്രവർത്തിക്കണം. നമ്മളൊന്ന് എളിമപ്പെട്ടെ. നമുക്ക് ഈ മസിൽ പവർ, നമുക്ക് എന്ത് പവറുണ്ടെന്നാണ് പറയുന്നത്. ഒരു പനി വന്നാൽ തീർന്നു നമ്മുടെ സകല പവറും. പിന്നെ ചുരുണ്ടുകൂടി, ഈ ചെമ്മീൻ ചുരുണ്ടുകൂടി കിടക്കുക, നമ്മൾ ചുരുണ്ടുകൂടി കിടക്കുക, നമുക്ക് ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും നമുക്ക് ആരോഗ്യമില്ല. ഇതാണ് നിൻ്റെ പവർ അല്ലേ? ഇതാണ് എൻ്റെ പവർ. അഹങ്കാരിക്ക് എന്തുണ്ട് ദൈവ പൈതലേ? എല്ലാം ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്, കർത്താവിൻ്റെ കരുണയാണെന്ന് നീ തിരിച്ചറിഞ്ഞ് ജീവിക്കണം. ഇന്ന് എൻ്റെയും നിൻ്റെ ഈ അഹങ്കാരം ഒരുപാട് കർത്താവിനെ വേദനിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ, കർത്താവ് വിളിച്ചവരുടെ അവരുടെ സെൽഫ് സെൻറ്റേർഡ്, അവർ സ്വയത്തിൽ ആശ്രയിക്കുക. എൻ്റെ പഠിപ്പ്, എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ സാധ്യതകൾ, എൻ്റെ കഴിവുകൾ, എൻ്റെ സുഹൃത്ത് ബന്ധങ്ങൾ, എൻ്റെ പരിചയങ്ങൾ, എൻ്റെ അനുഭവം നിന്നെ ചതിക്കും. ചിലപ്പോൾ നിന്റെ സുഹൃത്ത് ബന്ധങ്ങൾ പലപ്പോഴും ഒരു ഹെൽപ്ലെസ്സായി, അവർക്കൊന്നും നിന്നെ സഹായിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാം. സഹോദരി, കർത്താവിന് മാത്രമേ നിന്നെ എപ്പോഴും സഹായിക്കാൻ പറ്റൂ. കർത്താവിന് മാത്രമേ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ പറ്റൂ. കർത്താവിന് മാത്രമേ നിന്നെ പരിപാലിക്കാൻ പറ്റൂ. ഞാൻ പഠിച്ചൊരു സത്യമാണ്. ഇതിനേക്കാൾ എത്ര പരിചയമുള്ളവർ ഇതിനകത്തിരിപ്പുണ്ടല്ലേ, അനുഭവങ്ങളുള്ളവർ. ഞാൻ പറഞ്ഞത് വെറും മാനുഷിക അനുഭവമല്ല, ദൈവപ്രവൃത്തി കണ്ടവരെ, കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച ഒത്തിരിയേറെ ജീവിതങ്ങൾ ഈ ഗത്സമൻ വിധിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ കാര്യങ്ങളിലും കർത്താവിനെ ആശ്രയിക്കണം. കർത്താവിനെ എല്ലാം ചോദിച്ച് ചെയ്യണം. സ്വന്തം ബുദ്ധി പറയുന്നത് ചെയ്യരുത്. നിന്റെ ചിന്തയുടെ പുറകെ നീ പോവുക. എല്ലാം ചോദിച്ച് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്ന ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ജെറമിയ പ്രവചനത്തിൽ 50-ാം അധ്യായം 31-32 വചനങ്ങളിൽ ശക്തമായൊരു വചനമാണ്. എൻ്റെ പ്രിയപ്പെടുന്ന ഉറക്കെ വായിച്ച്, അഹങ്കാരി, ഞാൻ നിനക്കെതിരാണെന്ന്
സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. എൻ്റെ ദൈവമേ, ഇത് എന്തൊരു കഠിന വചനം അത്. ഞാൻ ഈ വചനം വായിച്ച് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കർത്താവ് പറയുക, അഹങ്കാരി എന്നെ വിളിക്കണേ, എന്നോട് പറയുക, അഹങ്കാരി ഞാൻ നിനക്കെതിരാണ്. എന്നിൽ എപ്പോൾ അഹങ്കാരം വരുന്നു അന്ന് കർത്താവിൻ്റെ കൃപ നമ്മളെ വിട്ടുപോകും, കർത്താവിൻ്റെ പ്രസൻസ് വിട്ടുപോകും, കർത്താവിൻ്റെ മഹത്വം നമ്മളെ വിട്ടുപോകും. നമ്മളെ അഹങ്കാരം മൂലം മഹത്വമില്ലാത്തവരായി, തേജസ്സില്ലാത്തവരായി, അഭിഷേകം നഷ്ടപ്പെട്ട ജീവിതങ്ങളായിട്ട് നമ്മൾ തകരും സഹോദരൻ. അങ്ങനെ തകർന്നു പോയ എത്ര അനുഭവങ്ങളുണ്ടെന്നറിയോ? അഹങ്കാരം കർത്താവിനെ വേദനിപ്പിക്കുന്നു. അത് ഏത് വിധത്തിലുള്ള അഹങ്കാരമാണ്, അത് എന്തിനെ പ്രതിയുള്ള അഹങ്കാരാണെങ്കിലും അഹങ്കാരി ഞാൻ നിനക്കെതിരാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ മാതാവ് എന്തുകൊണ്ട് അമ്മയെ ദൈവമാതാവായിട്ട് ദൈവപിതാവ് തിരഞ്ഞെടുത്തത് അല്ലേ? ലൂക്കാട് സുവിശേഷം 1:57 അവിടെ പറയുന്നു. 1:57 എന്ന് വായിച്ച് അവിടെ വേറൊരു 1:51 എന്താ പറയുന്നത്? ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു, അവിടുന്ന് ചിതറിച്ചു കളഞ്ഞു. ഹൃദയത്തിൽ അഹങ്കാര ചിന്ത കണ്ടു. അഹങ്കാരത്തിന് ചിന്ത, എൻ്റെ സൗന്ദര്യം, എൻ്റെ സൗന്ദര്യം, എൻ്റെ നിറം, എൻ്റെ തൊലി വെളുപ്പ്, എൻ്റെ കഴിവ്, എൻ്റെ ബ്യൂട്ടി, അല്ലെങ്കിൽ എൻ്റെ ആകർഷണം, എൻ്റെ വശീകരണം. നിങ്ങൾ നമുക്ക് പലതും ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. യൂതിത്ത് എത്ര നല്ല സുന്ദരിയായി. ഞാൻ പലപ്പോഴും യൂതിത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അത്ഭുതപ്പെടാറുണ്ട്. യുദ്ധത്തിനെ കുറിച്ച് ദൈവാത്മാവ് പറയുന്നത് നമ്മൾ അതീവ സുന്ദരി എന്ന്. അതീവ സുന്ദരി, അങ്ങനെ അധികം പേരെയൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. യൂതിത്ത് അതീവ സുന്ദരിയായിരുന്നു. പക്ഷേ തൻ്റെ സൗന്ദര്യം അനേകരെ നശിപ്പിക്കാനല്ല അവൾ ഉപയോഗിച്ചത്. തൻ്റെ സൗന്ദര്യം മൂലം അനേകരെ ജഡിക പാപത്തിൽ കെണിയിൽപ്പെടുത്തുവാനല്ല അവൾ ഉപയോഗിച്ചത്. തൻ്റെ സൗന്ദര്യം കർത്താവിൻ്റെ മഹത്വത്തിനായി യൂതിത്ത് ഉപയോഗിച്ചു. ഹല്ലേലൂയ. തൻ്റെ വദന തൻ്റെ വദന മുഖകാന്തി കൊണ്ട്, മുഖശോഭ കൊണ്ട് അവൾ ദൈവജനത്തിന് വിമോചനം നൽകി. അവൾ ദൈവജനത്തെ വീണ്ടെടുത്തു. ശത്രുകരങ്ങളിൽ നിന്ന് ദൈവജനത്തെ അവൾ രക്ഷിക്കുകയാണ്. വദന ലാളിന്യത്തും കൊണ്ട്, മുഖകാന്തി കൊണ്ട്, സൗന്ദര്യം കൊണ്ട്. കണ്ടോ? അല്ല, സൗന്ദര്യം അനേകരെ നശിപ്പിക്കാനോ അനേകരെ പാപത്തിലേക്ക് കൊണ്ടുപോകാനോ, ജഡികമായ അഭിഹിത വേഴ്ചകൾ, വ്യഭിചാരം, ഇതിനല്ല നമ്മുടെ സൗന്ദര്യം ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ടല്ല. നിന്റെ സൗന്ദര്യം നിന്റെ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കും. സൗന്ദര്യം ദൈവമഹത്വത്തിന്, സാധ്യത ദൈവമഹത്വത്തിന്, കഴിവുകൾ ദൈവമഹത്വത്തിന്, അനുഗ്രഹങ്ങൾ ദൈവമഹത്വത്തിന്, സമ്പത്ത് ദൈവമഹത്വത്തിന്. നമ്മൾ ആര് തന്നെ, നമ്മുടെ വിദ്യാഭ്യാസം ദൈവമഹത്വത്തിന്, നമ്മുടെ പ്രൊഫഷൻ ദൈവമഹത്വത്തിന്, നമ്മുടെ ബിസിനസ് ദൈവമഹത്വത്തിന്, നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് ദൈവമഹത്വത്തിന്, എല്ലാം കർത്താവിന്റെ മഹത്വത്തിനായി, അവന്റെ ഗ്ലോറിക്കായി, അവന്റെ മാത്രം മഹത്വത്തിനായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവേ. കൃപയൊഴുകട്ടെ, ഈ ജനത്തിന്റെ മേൽ കൃപയൊഴുകട്ടെ, ഈ ജനത്തിന്റെ മേൽ കൃപയൊഴുകട്ടെ. ഈ രാത്രിയിൽ അങ്ങയുടെ സന്നിധി ഉണർവോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ ജനത്തിന്റെ മേൽ കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ. ആത്മാവ് ഇറങ്ങി വരട്ടെ, ഈ ജന ആത്മാവിൽ നിറയട്ടെ. എല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യും, നിന്റെ മഹത്വത്തിനല്ല. നിന്റെ പേരിനും പെരുമയ്ക്കും കൂടെ നിൽക്കുന്നവരെ നല്ലത് പറയാനും അതിലൊക്കെ ഒരു സുഖമുണ്ട്. അതിലൂടെയൊക്കെ ലോകാരൂപി നമ്മുടെ അകത്തോട്ട് കയറി വരും. അതുകൊണ്ട് മനുഷ്യർ അവരൊരു ശ്വാസം മാത്രം എന്ന വചനം ഇന്ന് പറഞ്ഞ ബന്ധങ്ങൾ വില കൽപ്പിക്കണമെന്നല്ല പറഞ്ഞു. എന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞില്ല, ഞാൻ ഇത്രയും കാര്യം ചെയ്ത്, എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യും. ഇതൊക്കെ നമ്മുടെ വെറും മാനുഷികമായ ചിന്തകളാണ് സഹോദരങ്ങളെ. നമ്മളിതിലൊന്നും, നമ്മളെ കൊണ്ടുപോകുന്ന പരിശുദ്ധാത്മാവാണ്. നമ്മൾ ചെയ്യും ദൈവമഹത്വത്തിന്, മനുഷ്യരെ കാണിക്കാനാണോ, കൂടെ നിൽക്കുന്നവർ നല്ലത് പറയാനാണോ, പ്രിയപ്പെട്ടവരെ അവരുടെ അപ്രീഷിയേഷൻ ഏറ്റെടുക്കാനാണോ? കർത്താവിൻ്റെ മഹത്വത്തിന്. വി ആർ നത്തിങ്, എവരിത്തിങ് ബിലോങ്സ് ടു ദ ലോർഡ്. എല്ലാം കർത്താവിൻ്റെതാണ്, അവൻ്റേത് മാത്രമാണ്. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞു ആമേൻ. ഒരു വചനം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക ഒരുങ്ങാണ്. ആ വചനം ഏതാണെന്നറിയോ? അത് ദാനിയേൽ പ്രവചനത്തിലാണ്. അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്നു ബാബിലോൺ സാമ്രാജ്യം. ആ രാജ്യത്തിൻ്റെ അധിപനായിരുന്നു നബൂഖദ്നേസർ രാജാവ്. ലോകത്തിലെ ഏറ്റവും അധികാരവും
ആധിപത്യമുള്ള ചക്രവർത്തി രാജാവായിരുന്ന നെബൂഖദ്നേസർ. നെബൂഖദ്നേസർ ആ ബാബിലോൺ പട്ടണമൊക്കെ നിർമ്മിച്ചു. ഭയങ്കരമായ പട്ടണമാണ്. ആ പട്ടണമൊക്കെ നിർമ്മിച്ച് വചനം പറയുന്നൊരു കാര്യമുണ്ട് സഹോദരങ്ങളെ. 4-ാം അധ്യായം 30-31 വചനങ്ങൾ. എൻ്റെ രാജ്യീയ മഹത്വത്തിന് വേണ്ടി രാജമന്ദിരമായി എൻ്റെ മഹാപ്രാഭവത്താൽ ഞാൻ നിർമ്മിച്ചതല്ലേ മഹത്തായി ബാബിലോൺ. അവിടെ അടുത്ത വചനം ഡിസ്പ്ലേ ചെയ്ത് എന്താ പറയുന്നത്? ഈ വാക്കുകൾ രാജാവിൻ്റെ വായിൽ നിന്ന് വീഴുന്നതിന് മുൻപ് തന്നെ എന്ന് പറയാം, ഹൃദയത്തിൽ വിചാരിച്ചുള്ളൂ. സ്വർഗത്തിൽ നിന്നൊരു സ്വരം കേട്ടു, നെബൂഖദ്നേസർ രാജാവേ, നിന്നോടാണ് പറയുന്നത്, രാജ്യം നിന്നിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു. എന്തൊരു വചന ഇത്! എൻ്റെ രാജകീയ മഹത്വത്തിന് വേണ്ടി എൻ്റെ ആ മഹത്വം, ആ പ്രതാപം ലോകം അറിയാൻ വേണ്ടി ഞാൻ നിർമ്മിച്ചതല്ലേ ഈ മഹത്തായ ബാബിലോൺ എന്ന് ഹൃദയത്തിൽ വിചാരിച്ചുള്ളൂ. അതാണ് നമ്മൾ നിയമോത്സവത്തിൽ കേട്ടില്ല, നീ ഹൃദയത്തിൽ പോലും വിചാരിക്കരുത്. എൻ്റെ കരങ്ങളുടെ ശക്തിയാണ്, എൻ്റെ പഠിപ്പാണ്, എൻ്റെ കഴിവാണ്, എൻ്റെ വാക്ചാതുര്യമാണ്, എൻ്റെ സാമർഥ്യമാണ്, എൻ്റെ ബുദ്ധിശക്തിയാണ് ഇതെല്ലാം എനിക്ക് നേടിത്തന്നതെന്ന് നീ ഹൃദയത്തിൽ പോലും ചിന്തിക്കരുത്. ഹൃദയത്തിൽ പോലും ചിന്തിക്കരുത്. ഇത് ദൈവത്തിൻ്റെ വചന. ഇവിടെ നെബൂഖദ്നേസർ നാവ് കൊണ്ട് പറഞ്ഞില്ല, ഹൃദയത്തിൽ ചിന്തിച്ചുള്ളൂ. കർത്താവ് അത് മനസ്സിലാക്കി. ഓമിനിഷ്യൻ്റാണ്, സർവജ്ഞാനിയാണ് നമ്മുടെ കർത്താവ്. കർത്താവ് പറഞ്ഞു, നെബൂഖദ്നേസർ, കാരണം രാജാക്കന്മാരുടെ രാജാവാണ് നമ്മുടെ കർത്താവ്. വിശ്വസിച്ച് ഹല്ലേലൂയ പറഞ്ഞേ. കിങ് ഓഫ് കിങ്സ്, രാജാക്കന്മാരുടെ രാജാവ് കർത്താവ് യേശു ക്രിസ്തുവാണ്. യേശുവാണ്, അവൻ മാത്രമാണ് രാജാക്കന്മാരുടെ രാജാവ്. അവൻ പറഞ്ഞു, നെബൂഖദ്നേസർ, രാജ്യം നിന്നിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു. അത്രയുള്ള സഹോദരങ്ങളെ, അഹങ്കാരം നമ്മളെ നശിപ്പിക്കും. 7 കൊല്ലമാണ് മൃഗത്തെ പോലെ പുലി തിന്ന്. അയ്യോ, ഞാൻ ആ ഫിലിം കണ്ടിട്ടുണ്ട്. നമുക്ക് വേദന തോന്നും. ഒരു മൃഗമായി, കാട്ടുമൃഗമായിട്ട് നെബൂഖദ്നേസർ മാറിയത്. പല്ലും പൂടയൊക്കെ വന്ന് നെഗൊക്കെ നീണ്ടു വളർന്ന്, ദൈവമേ, കാട്ടിലിങ്ങനെ മണ്ണ് കുത്തി കുത്തി മറിച്ച് പുല്ല് തിന്ന് വളരുന്നൊരു മൃഗം, കാട്ടുമൃഗമായിട്ട് അവൻ മാറി. ഇത്രയും മഹത്വപൂർണനായിരുന്ന നെബൂഖദ്നേസർ ഒരു കാട്ടുമൃഗമായി. അഹങ്കാരം മൂലം. നീ എന്തോരം കൃപയുള്ളവനാണെങ്കിലും അഭിഷേകമുള്ളവനാണെങ്കിലും നിന്റെ അഹങ്കാരം, എൻ്റെ അഹങ്കാരം എന്നെ നശിപ്പിച്ചു കളയുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ജെറമിയ പ്രവചനം 17:5 ആ വാക്യം കൂടി എടുത്തൊന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം. ജെറമിയ പ്രവചനം 17:5 എന്താ പറയുന്നത്? കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശബ്ദൻ. കണ്ടോ, മനുഷ്യനെ ആശ്രയിക്കുക. ചിലരുണ്ട് ശരീരശക്തി, കേട്ടോ, അവർക്ക് ആത്മാവിനെ കുറിച്ചോ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ചോ തൻ്റെ ആത്മാവിൻ്റെ നാശത്തെക്കുറിച്ചോ തൻ്റെ നിത്യതയെക്കുറിച്ചോ ഒന്നും അവർക്കൊരു ചിന്തയില്ല, വിചാരം. എപ്പോഴും എക്സസൈസ്, ബോഡി ബിൽഡിങ്, ശാരീരിക ശക്തി അവലംബമാക്കിക്കൊണ്ട് മസിൽ വയ്ക്കുന്നത്, അത് 6 പാക്ക് 12 പാക്ക്, ഇതൊക്കെ ആരോഗ്യം. നമുക്ക് എക്സസൈസൊക്കെ വേണം സഹോദരങ്ങളെ, അതൊന്നും ഓവറാവരുത്. ഈ എക്സസൈസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാൻ? എക്സസൈസ് അതൊക്കെ നല്ലതാണ്. എക്സസൈസ് ചെയ്തില്ലെങ്കിൽ ഒരു ദിവസം നീ ഞാനും മരിക്കും. സത്യമാണത്, സത്യമായ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യനെ ആശ്രയിച്ച് ശാരീരിക ശക്തി അവലംബമാക്കിയുണ്ടോ? അതാണ് ശാരീരിക, ഈ മസിൽ പവറിന് വേണ്ടി ഇങ്ങനെ ചിലരുണ്ട്, അതിനു വേണ്ടി മാത്രം ജീവിക്കുക, ഭക്ഷണം കഴിക്കുക, എക്സസൈസ്, വീണ്ടും ഓടുക, ചാടുക, വേറെ പ്രാർത്ഥനയില്ല, കുദാശകളില്ല, ദൈവവചനമില്ല, ഒരു സംഗതിയില്ല. ഈ ശരീരത്തിൻ്റെ മസിൽ എന്ന് പറഞ്ഞ് എന്തോരുണ്ട് ഈ മസിൽ സഹോദരങ്ങളെ. ഒരു ബോൺ ക്യാൻസർ വന്നപ്പോൾ നിന്റെ സകല മസിലും പോയി. നമ്മുടെ നിസ്സാരത മനസ്സിലാക്കുക.